എല്ലാവരുടെയും തന്നെ പ്രിയ ഒരു യൂട്യൂബറാണ് കാർത്തിക് സൂര്യ. എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് കാർത്തിക് സൂര്യ. കാലം മുതൽ തന്നെ യൂട്യൂബിൽ വളരെയധികം സജീവമായി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ യൂട്യൂബ് താരം ഇപ്പോൾ മഴവിൽ മനോരമ എന്ന ചാനലിൽ ഒരു പരിപാടിയിൽ അവതാരകനും കൂടെ ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയ താരമായ കാർത്തിക് സൂര്യ. ഈ അടുത്തായിരുന്നു കാർത്തിക് സൂര്യയുടെ വിവാഹം. വർഷയാണ് കാർത്തിക്കിൻ്റെ പ്രിയ വധു എത്തിയത്. കാർത്തിക്കിൻ്റെ മുറപ്പെണ്ണാണ് വർഷ. ആദ്യം ഒരു വിവാഹം മുടങ്ങിയപ്പോഴും താൻ വളരെയധികം ദുഃഖിതനായ ഒരു വീഡിയോ ഒക്കെ കാർത്തിക് സൂര്യ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരുന്നു. അന്ന് എല്ലാവരും കട്ടയ്ക്ക് കൂടെയുണ്ട്, മുൻപോട്ട് പോവുക എന്ന് തന്നെയായിരുന്നു കാർത്തിക്കിനോട് പറഞ്ഞിരുന്നത്. വളരെയധികം വിജയിച്ച ഒരു വ്യക്തി തന്നെയാണ് കാർത്തിക് സൂര്യ. പിന്നീടായിരുന്നു മുറപ്പെണ്ണായ വർഷയുമായുള്ള വിവാഹം. ഇപ്പോൾ ഇതാ വിവാഹം കഴിഞ്ഞ് 1-ാം വാർഷികം ആയിരിക്കുകയാണ്. 1-ാം വിവാഹ വാർഷികം തൻ്റെ കൂട്ടുകാർ വളരെയധികം ഒരു സർപ്രൈസോടുകൂടിയാണ് കാർത്തിക്കിന് നൽകിയത്. വളരെയധികം വ്യത്യസ്തമായ ഒരു വിവാഹ വാർഷിക ആഘോഷം തന്നെയായിരുന്നു. കാർത്തിക് തൻ്റെ യൂട്യൂബിൽ ആദ്യ വിവാഹം മുടങ്ങിയപ്പോൾ പങ്കുവച്ച ഒരു വീഡിയോ കൂട്ടുകാർ കാണിച്ചിരുന്നു. ഇതിൽ ആരാണ് വധുവായി എത്തുന്നതെന്ന് അറിയില്ല, ആര് തന്നെയായാലും പൊന്നുപോലെ ഞാൻ നോക്കും, എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നൊക്കെയാണ് കാർത്തിക് പറഞ്ഞത്. തുടർന്ന് കാർത്തിക്കിൻ്റെ കണ്ണുകളെല്ലാം നിറ കണ്ണുകളോടെയാണ് കാർത്തിക്കും കൂട്ടുകാരും എല്ലാം ഇത് കണ്ടത്. കാർത്തിക് തൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അവിടെ അവസാനിപ്പിച്ചു. വളരെയധികം വ്യത്യസ്തവും സന്തോഷകരവുമായ ഒരു വീഡിയോ തന്നെയായിരുന്നു അത്. കാർത്തിക്കിൻ്റെ ഒപ്പം എല്ലാത്തിനും ഒന്നിച്ചു നിൽക്കുന്ന തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു അത്. വളരെയധികം സന്തോഷകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. കാർത്തിക്കിൻ്റെ വിവാഹ വാർഷികം വളരെ ഗംഭീരമായി തന്നെ സുഹൃത്തുക്കൾ ആഘോഷിച്ചു. എല്ലാവർക്കും ഇതുപോലെ സുഹൃത്തുക്കൾ ഉണ്ടാകണമെന്നില്ല. ഉള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കാർത്തിക് ആ വീഡിയോ അവസാനിപ്പിച്ചു. കണ്ണുകളോടെയാണ് കാർത്തിക് ആ വീഡിയോ സംസാരിക്കുന്നതും എല്ലാം. വളരെയധികം സന്തോഷകരമായി തന്നെ ആ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അതുതന്നെയായാലും കാർത്തിക്കിനും വർഷയ്ക്കും എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു.